നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നുറുന്ന ചിന്തകളും ചിരികളും നിറഞ്ഞ ജീസസ് കിഡ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുഭവങ്ങളുടെ രസക്കൂട്ടുകളുമായി ഇതാ വരുന്നു നമ്മുടെ കൂട്ടം കാട്ടിലെ കൂട്ടുകാർ. പിന്നെ ഈ നോട്ട് ക്ഷാമം വന്നതിന് ശേഷം കുറച്ച് ബുദ്ധിമുട്ടായല്ലോ കാര്യങ്ങൾ. അതെ അതെ, കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. അല്ലേലും 5 പൈസ ആരുടെ കയ്യിലുള്ളത്? എന്നാലും ഇഷ്ടം പോലെ കടം വാങ്ങാം. കടക്കാര് എന്തുമാത്രമാ കടം കൊടുക്കുന്നത്? ഒരു പൈസ ഇല്ലാണ്ട് ചന്തയിൽ പോയാല് സഞ്ചി നിറയെ സാധനമായിട്ട് തിരിച്ചു വരും. സാധനങ്ങളൊന്നും ആരും വാങ്ങിയില്ലെങ്കിൽ നശിച്ചു പോകത്തല്ലേ ഉള്ളൂ. കടം തന്നാ പിന്നെ പണം കിട്ടൂലോ. എന്തായാലും ഈ നോട്ട് പ്രതിസന്ധിയിൽ നമ്മുടെ കാട് ആകെ പ്രശ്നത്തിലാണ്. പിന്നെ ഞാനേ ഈ വഴിക്ക് പോവാ. എവിടുന്നെങ്കിലും കുറച്ച് പുതിയ നോട്ട് സംഘടിപ്പിക്കണമെന്ന്. പറയുന്നത് കേട്ടാ തോന്നും ഗംഭീറിന് അച്ചടി മെഷീൻ ഉണ്ടെന്ന്. അതെന്താ? അല്ല, പറഞ്ഞത് കേട്ടില്ലേ? പുതിയ കുറച്ച് നോട്ട് സംഘടിപ്പിക്കണമെന്ന്. പറഞ്ഞത് നേരാ. വളഞ്ഞ വഴിക്കാണെങ്കിലും ഗംഭീര പണം ഉണ്ടാക്കും. നമ്മൾ വർത്തമാനം പറഞ്ഞ് നമ്മുടെ നടത്തം വളരെ പതുക്കെയായി. ശരിയാ, വേഗം പോവാം നമുക്ക്. നോട്ട് ടബക്കാരുടെ പടം കിട്ടില്ലെന്ന് വിചാരിച്ചതാ. ഇതിപ്പാശ്വാസായി. എന്തൊരു കാര്യം നടത്താനുള്ളതാ. ഹലോ, ഞാൻ എത്തി. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുക. ബസ് കയറിയാൽ ഉടനെ ഞാൻ നിന്റെ അടുത്തെത്തും. അയ്യോ പാവം, എന്ത് പറ്റിയതാ ചേട്ടാ? എന്താ എന്ത് പറ്റിയ? എന്ത് പറ്റിയതാ ചേട്ടാ? അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും? അയ്യോ, ബസ് വരാറായല്ലോ. അയ്യോ, എനിക്ക് നേരമില്ല. എനിക്ക് സിനിമയ്ക്ക് പോകാൻ നേരമായി. ഞാൻ പോയിട്ട് ആരെങ്കിലും അയക്കാം. ഇങ്ങനെ പോയാല് സംഗതി പട്ടിണിയും പരിവട്ടാവുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ കപിലും മോട്ടും വിചാരിച്ചു കാണും എന്റെ കയ്യിൽ നിറയെ പണാണെന്ന്. കഞ്ഞി വെക്കാൻ തന്നെ അരി വാങ്ങണമെങ്കിൽ പണം കണ്ടെത്തണം. എന്തപ്പ ചെയ്യേ? കാട്ടി കയറി കുറച്ച് വിറക് സംഘടിപ്പിക്കുന്നതായിരിക്കും ബുദ്ധി. എന്നാ പിന്നെ എന്താ കേൾക്കണേ? അയ്യോ, ഒരു നിലവിളിയാണല്ലോ ഈ കേൾക്കുന്നത്. ആർക്കും എന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈശ്വര, എന്താ പറ്റിയത്? എന്ത് ചേട്ടാ, എന്താ പറ്റിയത്? കരയാണ്ടിരിക്കേ, ഞാൻ ചേട്ടനെ സഹായിക്കാം. പതുക്കെ 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 എഴുന്നേൽക്ക് ചേട്ടാ. ചേട്ടൻ സമാധാനിക്ക്, ഞാൻ ചേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാം. അങ്ങനെ അയ്യോ
പതുക്കെ നിൽക്ക് ചേട്ടാ. ഒരു പേടി മേടിക്കണ്ട, എല്ലാം ശരിയാവും. ചെറിയൊരു വണ്ടി തട്ടേന് ഇത്രമാത്രം പേടിക്കാറുന്നില്ല. നമുക്ക് നന്നായിട്ട് കുറച്ച് എക്സ്റേയും അതുപോലെ മറ്റേ ഇതൊക്കെ എടുക്കാം. ഒക്കെ ശരിയാവും. ഒരു ഓപ്പറേഷൻ ഒക്കെ കഴിച്ച് ഭംഗിയാവും. പതുക്കെ നടന്നു ചേട്ടാ, ഒരു കുഴപ്പമില്ല. നമുക്ക് സ്കാനിങ് ഒക്കെ നടത്തണ്ട. സഹായിച്ചില്ല, സഹായിച്ചില്ല. അയ്യോ അമ്മേ, അയ്യോ. എന്താ മോനെ? എന്താ പറ്റിയത്? ഒന്നുമില്ലമ്മേ, സ്വപ്നം കണ്ടുപോയതാ. ആ സമയത്ത് കിടന്ന് ഉറങ്ങാതെ വല്ലതും 4 അക്ഷരം വായിക്കാൻ നോക്കിച്ചെടുക്കാം. ശരി അമ്മേ. ആ ചേട്ടന്റെ രൂപം മനസ്സിൽ നിന്ന് മായുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യ? ഞാൻ ചെയ്തത് തെറ്റായി പോയല്ലോ. ആ ചേട്ടനെ ആശുപത്രിയിൽ എത്തിക്കാമായിരുന്നു. ദൈവമേ, ആ ചേട്ടന്റെ കാത്തോളനെ. ഇനിയിപ്പോ ആ വഴിയിൽ കിടന്നെങ്ങാനും ചേട്ടന് ഒരു മനസ്സമാധാനം കിട്ടുന്നില്ലല്ലോ. ഹലോ സാർ, ഇത് ഞാനാ, പപ്പീസാ. സാറേ, ഞാൻ പോകുന്ന വഴിക്കൊരു ആക്സിഡന്റ് കണ്ടു. ഞാൻ മൈൻഡ് ചെയ്യാതെ തിരിച്ചിങ്ങോട്ട് പോന്നു. അയാൾക്ക് ഇപ്പോ എന്ത് പറ്റിയോ ആവോ. സാർ, ഞാനിനിപ്പോ എന്താ ചെയ്യേണ്ടത് സാർ? ശരി സാറേ, ശരി, ഞാൻ അങ്ങോട്ട് വരാം സാർ. ഇപ്പൊ തന്നെ എനിക്ക് അയാളോട് എന്നെ കണ്ടുപിടിക്കണം സാർ. ശരി സാർ, ഓക്കെ സാർ. സാറേ, എനിക്ക് ഇന്നലെ സാറിനെ വിളിച്ചതിന് ശേഷമാ അല്പം മനസമാധാനം കിട്ടിയത്. എന്തായാലും പപ്പീസിന് കുറ്റബോധം തോന്നുന്നുണ്ടല്ലേ? സാറേ, ഞാൻ ഉറങ്ങാൻ കണ്ണടയ്ക്കുമ്പോ ആ ചേട്ടന്റെ മുഖമാ ഓർമ്മ വരുന്നത്. പാവം ആ ചേട്ടൻ. അപകടം പറ്റിയത് നമ്മുടെ മേജർ കോവർ അദ്ദേഹത്തിനാ. മേജർ കോവർ സാബിനോ? അതേന്ന് നമ്മുടെ അതിർത്തിയിൽ കണ്ണിൽ എണ്ണയൊഴിച്ച് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ജോലി ചെയ്ത മേജർ സാബിന്. സാറേ, എനിക്ക് മേജർ സാബിനെ കാണണം സാർ. അതിനൊക്കെ വഴിയുണ്ടാക്കാം. അടുത്ത് തന്നെ നമുക്ക് കാണാൻ പോകാം. സാറേ, എനിക്ക് ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും ഒന്നും കഴിയുന്നില്ല. എനിക്ക് ആ മേജർ സാബിനെ കണ്ട് മാപ്പ് പറയണം സാറേ. പപ്പീസിന്റെ മനസ്സിൽ തട്ടിയുള്ള വാക്കാണ്. അതെ സാറേ, ഇനി ആർക്ക് അപകടം പറ്റിയാലും എന്ത് സഹായം ചോദിച്ചാലും ഞാൻ ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കും സാർ. അതാണ് മോനെ വേണ്ടത്. മോന്റെ മനസ്സിലെ നന്മയെ ഞാൻ കാണുന്നു. നമുക്ക് അടുത്ത ദിവസം തന്നെ മേജർ സാബിനെ കാണാൻ പോകാം. നിങ്ങൾ ചെല്ലേ, ഞാൻ അല്പനേരം ഈ പുഴയോരത്ത് കുറച്ചു നേരം ഇരിക്കട്ടെ. പാവം സാറേ. അപ്പൊ മേജർ സാറേ, അസുഖമൊക്കെ കുറഞ്ഞോ? അതിനെ പറ്റൊന്നും പറയണ്ട സാറേ. കട്ടപ്പനായി പോയില്ലേ കുറച്ചു ദിവസം. നമുക്കാണെങ്കിൽ കിടന്ന് ശീലമില്ലല്ലോ. ഇതെന്താ ഇവരിങ്ങനെ മുറ്റത്ത് നിൽക്കുന്നത്? കയറി വാ പപ്പീസ്, വാ. സാറേ, ഈ പപ്പീസിനെ സാറിന് മനസ്സിലായോ? അതിപ്പോ ഇല്ലല്ലോ സാറേ, ഓർമ്മ കിട്ടി വരുന്നില്ല. ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായി സാറിനെ ഓർത്ത് അസ്വസ്ഥനാവുന്ന ഒരാളാണ് ഈ പപ്പീസ്. എന്താ ഓർത്ത് അസ്വസ്ഥനാവുന്ന ഒരാളോ? അതെ സാറേ, സാർ അപകടം പറ്റി കിടന്നപ്പോ സാറിനെ രക്ഷിക്കാൻ ആശുപത്രിയിൽ എത്തിക്കാൻ സാറ് കാല് പിടിച്ച് പറഞ്ഞ ആ പപ്പീസാണിത്. മേജർ സാർ, എന്നോട് ക്ഷമിക്കണം സാർ. സാറിന് ഞാൻ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ചില്ല. പാപ്പ് സാർ, എന്റെ തെറ്റി പാപ്പാക്കണം സാർ. എന്താ ഇത് വീടുകുട്ടി? അതൊന്നും സാരില്ല. ദൈവം മറ്റൊരാളെ എന്റെ മുമ്പിലെത്തിച്ച് എന്നെ രക്ഷിച്ചില്ലേ? സാറിന് അറിയായിരിക്കും. ഇവിടെ ഗംഭീരേ.
ഗംഭീർ സാറിന്റെ സ്റ്റുഡന്റ് ആണെന്ന് എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഏത് നമ്മുടെ ഗംഭീർ? അതേന്ന്. പക്ഷേ അവസാനം അവരണ്ടും പറ്റിച്ചിട്ടാണ്. എന്താ ഉണ്ടായത്? സാറേ, അവര് എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല എന്റെ ആശുപത്രിയിൽ എത്തിച്ചതും എന്നെ നോക്കിയതൊക്കെ എന്റെ കയ്യിലുള്ള പണം കണ്ടിട്ടായിരുന്നു. ഒരു ദിവസം എന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കെട്ട് പണമായിട്ട് അവ കടന്നു കളഞ്ഞില്ലേ. ആരില്ലത് എന്നെ രക്ഷിച്ചതിന് അവര് പ്രതിഫലമായിട്ട് ഞാനത് കാണുന്നുള്ള. എനിക്കിപ്പൊ തോന്നുന്നത് ഈ പപ്പീസാണ് ശരിന്നാ. കാരണം പപ്പീസിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ച ഈ പപ്പീസ യഥാർത്ഥ നല്ല മനസ്സിലോട്ടമ്മ. ശരിയാ സാറ് പറഞ്ഞത്. ചെയ്ത തെറ്റ് തിരുത്താൻ ശ്രമിക്കുക, അതിനുവേണ്ടി പ്രായശ്ചിത്തം ചെയ്യുക. അതാണ് യഥാർത്ഥ ശരിയാ. സാറേ, ഞാനിനി മേജർ സാറിന്റെ അസുഖം ഭേദമാകുന്നത് വരെ സാറിന്റെ കൂടെ ഉണ്ടാവും. അതൊക്കെ വേണം സാർ, എന്റെ ഒരു മനസ്സമാധാനത്തിന്. എനിക്ക് സന്തോഷമായി. ഈ നിമിഷം മനസ്സിനെ മനസ്സിലാക്കാൻ, സ്വന്തം ജീവിതത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞ പപ്പീസിനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനി വചന വെളിച്ചത്തിൽ ചിന്തകൾ തെളിയുന്ന സമയം. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ഹായ് കൂട്ടുകാരെ. ടിങ്കു, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ? സുഖമായിരിക്കുന്നു അങ്കിൾ. ആണോ? ടിങ്കുവിനോട് എപ്പോഴും ഒരു ചോദ്യം ചോദിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. അതെന്താ അങ്കിൾ? ഞാൻ ചോദിച്ചാൽ നീ എന്നോട് പിണങ്ങോ? ഇല്ല ഇല്ല, എന്താണ് ചോദിക്കാം. ചോദിക്കട്ടെ. കൂട്ടുകാരുടെ സമ്മതത്തോടു കൂടി ഞാൻ ചോദിക്കാൻ പോവാണ് കേട്ടോ. ടിങ്കുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരെയാണ്? ഞാൻ പറയണോ അങ്കിൾ? പിന്നെ നീ പറയണം, അത് കേൾക്കാനല്ലേ ഞാൻ ചോദിച്ചത്. അയ്യോ, ഞാൻ പറയണോ? ഞാൻ പറഞ്ഞില്ലേ, നീ പറയണം. അതെനിക്ക് കേൾക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. എന്നാ ഞാൻ പറയാം. എന്നാ പറ, ആരെയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? ഇത് കാണുന്ന ഒരുപാട് ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. നിനക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എല്ലാവരും ഇഷ്ടം. എന്നാലും കൂടുതൽ ഇഷ്ടം ആരെയാ? അത് ശരിക്ക് നാണാന്ന്. കുഴപ്പമില്ല, പറ. പറയട്ടെ. ആൺകുട്ടികളെയാണോ? അല്ല. അയ്യോ, ആൺകുട്ടികളെ അല്ലേ? പിന്നെ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? പെൺകുട്ടികളെയാണോ? ശരിക്ക് നാണാന്ന്. എടാ, അങ്ങനെ നാണിക്കുന്നു. നീ പറ, പെൺകുട്ടികളെയാണോ? അതല്ല. പിന്നെ ആരെയാണ് നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്നെ അങ്കിളിനെ. ഓ, എന്നെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെ അങ്കിൾ, എനിക്ക് അങ്കിളിനെ ഇഷ്ടം. ഓ, അത് ശരി. ഓക്കെ 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 ആട്ടെ, ടിങ്കുവിന് എന്നെയാണ് ഒരുപാട് ഇഷ്ടം. എന്താ അതിൻ്റെ കാരണം എന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കിയാലോ? ഞാൻ പറയണം. പറ, എന്താ കാരണം? നിനക്ക് ഒരുപാട് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ട് സ്കൂളിലും. നിൻ്റെ കൂടെ കളിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട്. പക്ഷെ അവരെക്കാളെല്ലാം എന്നെ ഇഷ്ടപ്പെടാനായിട്ട് എന്താ അതിൻ്റെ കാരണം? ഈ അങ്ങളാണ്. ഞാനാണ്. ഈ അങ്ങളാണ്. എന്താ തരുന്നത്? എനിക്ക് ആഹാരം തരുന്നത്. ഓ, ഇവന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് ഞാനാണ്. പിന്നെ നല്ല ഡ്രസ്സ് തരുന്നു. ഓ, നല്ല വസ്ത്രങ്ങൾ വാങ്ങി കൊടുക്കുന്നത് ഞാനാണ്. എല്ലാം ചെയ്യുന്ന ആള്. ഓ, അത് ശരി. ഇവന് വേണ്ടുന്നതെല്ലാം നൽകുന്നത് കൊണ്ടാണ് ഇവൻ എല്ലാവരേക്കാളും എന്നെ കൂടുതൽ സ്നേഹിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, നമ്മളെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന അത് തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാറ്റിനേക്കാൾ ഉപരിയായി നാം ദൈവത്തെ സ്നേഹിക്കണം. അതെന്തിനാണ്? ദൈവത്തെ സ്നേഹിക്കുന്ന എന്തിനാണെന്നോ? അതെ, ദൈവം നമ്മുടെ സൃഷ്ടാവായതുകൊണ്ട്. ദൈവം എത്രയോ സുന്ദരമായിട്ടാണ് നമ്മളെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. അതെ അങ്കിൾ. ലോകത്തിലുള്ള മറ്റു മൃഗങ്ങളെ പോലെയാണോ മനുഷ്യരെ ഉണ്ടാക്കിയിരിക്കുന്നത്? അല്ല അല്ല, നല്ല സുന്ദരമാരായിട്ട്. അതെ അതെ. മാത്രമല്ല, ബൈബിൾ പറയുന്നത് എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് മനുഷ്യനെ ദൈവം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്താ അതിൻ്റെ കാരണം എന്നറിയാമോ? ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും ശ്രേഷ്ഠമായ മണിമകുടമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നാം എല്ലാവരും ദൈവത്തെ അധികമായിട്ട് സ്നേഹിക്കണം. ഇനി എന്താ അങ്കിൾ? ദൈവം സൃഷ്ടാവ് മാത്രമല്ല, ഇനിയോ? ദൈവം സ്നേഹവാനായ ദൈവവും കൂടിയാണ്.
അതെനിക്ക് മനസ്സിലായില്ല അങ്കിൾ. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? എങ്ങനെയാ അങ്കിൾ? ദൈവം നമ്മെ സ്നേഹിക്കുന്നത് നിത്യമായ സ്നേഹം കൊണ്ടാണ്. നിത്യമായ സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ അങ്കിൾ? നിത്യമായ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത സ്നേഹം. അങ്കിളിന് ടിങ്കുവിന് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഒരു നാൾ അങ്കിൾ മരിക്കുമല്ലേ? അയ്യോ, എനിക്ക് സങ്കടം അങ്കിൾ, അത് ഓർക്കുമോ? ആ, പക്ഷേ ദൈവം എന്നേക്കുമുള്ള ദൈവമാണ്. എന്നും അവൻ സ്നേഹിക്കും, നിത്യമായ സ്നേഹം കൊണ്ട്. ബൈബിളിൽ ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട്, ഞാൻ നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം ആർക്കും അളക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നാം അവനെ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാ കാരണങ്ങൾ? ദൈവം ആ സൃഷ്ടാവാണ്. ആ പിന്നെയോ? സ്നേഹവാനാണ്. ഓ, അത് ശരി. അതുമാത്രമല്ല, ഈ ദൈവം രക്ഷിതാവും കൂടിയാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ എന്താ? രക്ഷിക്കുന്നവൻ. ഓക്കെ, ദൈവം എന്തിൽ നിന്നാണ് മനുഷ്യനെ രക്ഷിച്ചത്? പാവത്തിൽ നിന്ന്. ശരിയാണ് ടിങ്കു പറഞ്ഞത്. മനുഷ്യരെല്ലാം പാപികളായിരുന്നു. പാപം ചെയ്യാത്ത ആരുമില്ല, എല്ലാവരും പാപം ചെയ്തവരാണ്. എന്നാൽ മനുഷ്യനെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ട് ആ പാപത്തിൽ നിന്നും രക്ഷിക്കുവാനായിട്ട് യേശു ഭൂമിയിൽ വന്നു. മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി താൻ യാഗമായി തീർന്നു, മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. ഈ യേശു കർത്താവ് ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും രക്ഷിതാവും കൂടിയാണ്. അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ദൈവത്തെ സ്നേഹിക്കണം. ഓക്കെ, അപ്പോൾ നാം ഏറ്റവും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. അപ്പം ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നാം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ചെയ്യാൻ പാടില്ല. കൂട്ടുകാർ കേട്ടല്ലോ, ദൈവത്തെ നാം സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ തെറ്റായ കാര്യങ്ങളോട് നോയും പറയണം. ഓക്കെ അങ്കിൾ, എനിക്കെല്ലാം മനസ്സിലായി. ഓക്കെ ഓക്കെ, നമുക്ക് പിന്നെ കാണാം. ബൈ. ഓക്കെ, ബൈ. ഇനി കത്തുകളുടെ സമയം. ഇപ്രാവശ്യം പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാണ് അധികം കത്തുകളും. പ്രാർത്ഥിക്കാം, നിങ്ങളും പ്രാർത്ഥിക്കണം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. സംതൃപ്തമായ ഒരു കാലം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.